കൂട്ടുകാർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മിഷനെ അറിയുവാൻ, മിഷനെ സ്നേഹിക്കുവാൻ, മിഷണറിയാകുവാൻ സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ സുവർണ ജൂബിലി സമ്മാനം കടുകുമണി അപ്പസ്തലോയി അയക്കപ്പെട്ടവർ MSCയുടെ മാധ്യമ വിഭാഗമായ ഇമ്പാക്റ്റും ശാലോം ടിവിയും ചേർന്നൊരുക്കുന്ന ഈ വിശ്വാസ പരിശീലന കളരിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അവയുടെ വിജയം ആരെന്ന് നമുക്ക് നോക്കാം. ചോദ്യം: സൗഖ്യദായക കൂദാശകൾ ഏതൊക്കെ? ഉത്തരം: അനുരഞ്ജന കൂദാശ, രോഗിലേപനം. ചോദ്യം 2: പാപം മോചിക്കുവാനുള്ള അധികാരം മിശിഹ ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഉത്തരം: സഭയെ. കഴിഞ്ഞ എപ്പിസോഡിലെ വിജയി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാ. ഏതെന്നറിയാവോ? വിവാഹം. വിവാഹമല്ല, തിരുപ്പട്ടം. നമ്മുടെ കൂടെ 3 ചേട്ടന്മാരിയ്ക്കുന്നുണ്ട്. ഇവരിൽ ആർക്കാണ് അച്ഛനാവാൻ താല്പര്യം? നോക്കട്ടെ. ചാക്കുച്ചിയാവോ? ആണോ? എന്താ അച്ഛനാവാനുള്ളൊരു ആഗ്രഹത്തിന് പിന്നിലുള്ള കാര്യം? ദൈവത്തോട് കുറച്ചുകൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ കൂടെ ഒരു അച്ഛനാവാൻ പോകാൻ മനസ്സുള്ളൊരു കുട്ടിയുണ്ട്. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ച് പ്രോത്സാഹിപ്പിക്കാം ചാക്കോച്ചി. ഓക്കെ, തിരുപ്പട്ടത്തിലൊക്കെ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ? പങ്കെടുത്തിട്ടുണ്ട്. അതിൽ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. നമ്മുടെ കൂടെ ഒരു ഗായകനുണ്ട്. 2 വരി പാടിയല്ലോ ചാക്കോച്ചി. ആയിക്കോട്ടെ, തുടങ്ങാം. എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ട സ്ഥാനം. ഹെബ്രായക്കാരുടെ ലേഖനത്തില് പഴയ നിയമത്തിലെ പൗരോഹിത്യത്തെക്കുറിച്ചും പുതിയ നിയമത്തിലെ പൗരോഹിത്യത്തെക്കുറിച്ചും പറയുന്നുണ്ട്. പഴയ നിയമത്തിലെ പൗരോഹിത്യത്തിലേക്കാളും ഇന്റർണലി ഡിഫറെൻ്റ് ആണ് ഈശോ സ്ഥാപിച്ച സഭയിലെ പൗരോഹിത്യം. ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും നമുക്ക് പറഞ്ഞു തരാനും വേണ്ടി നമുക്ക് ആരെ വിളിക്കാം? ജോസച്ചൻ. അപ്പോൾ ലെറ്റ്സ് ഇൻവൈറ്റ് ജോസച്ചൻ വിത്ത് എ റൗണ്ട് ഓഫ് അപ്ലോസ്. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രിയ കടുകുമണി കൂട്ടുകാരെ, നമുക്കെല്ലാവർക്കും ഇരിക്കാം. നിങ്ങൾ പാടിയ മനോഹരമായ ആ ഗാനം, എത്ര സമുന്നതം ഈ പുരോഹിതൻ, അല്ലേ? ദൈവം നൽകിയ ആ വിശിഷ്ട സ്ഥാനം എത്ര മനോഹരമാണ് എന്ന് ആമുഖത്തിൽ ഗീതചേച്ചിയോടൊപ്പം നിങ്ങൾ പാടുന്നു കേട്ടു. ഇത് തന്നെയാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നതും. ഈ എപ്പിസോഡിൽ, ഈ ക്ലാസ്സിൽ, ഈ വിശ്വാസ പരിശീലന ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പൗരോഹിത്യം, തിരുപ്പട്ടം, കൂദാശകളിൽ ഒരു കൂദാശയായ തിരുപ്പട്ടത്തെ പറ്റിയാണ് പഠിക്കുവാൻ പോകുന്നത്. നമുക്കറിയാം, ദൈവം പറഞ്ഞെന്താണ്? തൻ്റെ ശിഷ്യരെ വിളിക്കുന്നത് എങ്ങനെയാണ് വിളിക്കുന്നത്? ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് പറയുന്നുണ്ട്, അല്ലേ? മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന്. അങ്ങനെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത ദൈവം ആ തൻ്റെ പൗരോഹിത്യത്തോട് ചേർക്കുന്നതായ അനുഭവങ്ങളാണ് തുടർന്ന് സുവിശേഷത്തിലും യേശുവിൻ്റെ ജീവിതത്തിലും അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് പൗരോഹിത്യം, തിരുപ്പട്ടം എന്ന് പറയുന്ന കൂദാശയാണ്. ഇത് എങ്ങനെയാണ്, ഇതിൻ്റെ ഫലം എന്താണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാമോ, തിരുപ്പട്ടത്തിൻ്റെ ഫലം, അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിലെ, ക്രൈസ്തവ ജീവിതത്തിലെ കൂദാശകളുടെ ഫലങ്ങളെപ്പറ്റി നമ്മൾ പഠിക്കുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ തിരുപ്പട്ടത്തിൻ്റെ ഫലം എന്താണ്? ദൈവമായിട്ട് കൂടുതൽ അടുത്തിരിക്കുക. ദൈവമായിട്ട് കൂടുതൽ അടുത്തിരിക്കുക. എല്ലാ കൂദാശകളും നമ്മളെ ദൈവവുമായിട്ട് കൂടുതൽ അടുത്തിരിക്കാൻ സഹായിക്കുന്നതാണ്. അതിനേക്കാൾ ഉപരിയായി ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി വേർതിരിക്കപ്പെടുകയാണ്. ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി വേർതിരിക്കപ്പെടുകയാണ് ഈ കൂദാശകളിലൂടെ സംഭവിക്കുന്നത്. പഴയ നിയമത്തിലെ പൗരോഹിത്യത്തെ പറയുകയാണെങ്കിൽ, തിരഞ്ഞെടുക്കപ്പെട്ട ജനം, ആ ജനം ഒരു സമൂഹത്തെ പുരോഹിത ഗണമായി മാറ്റി നിർത്തിയിരുന്നു. അവരായിരുന്നു ബലികളും പ്രാർത്ഥനകളും ജെറുസലേം ദേവാലയത്തിലും സിനഗോഗുകളിലും നടത്തിയിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, കൃത്യമായിട്ട് ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, പഴയ നിയമത്തിലെ പൗരോഹിത്യം ഇതാ യേശുവിലൂടെ പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. യേശു തന്നെ പുരോഹിതനായിരിക്കുകയാണ്. കാരണം പഴയ നിയമത്തിൽ അവർക്കൊരു ബലിവസ്തു ഉണ്ടായിരുന്നു, ബലി അർപ്പിക്കുവാൻ വേണ്ടി. ആ ബലിവസ്തുവാണ് അവർ അർപ്പിച്ചിരുന്നത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ പാപമോചനത്തിന് വേണ്ടി. പുതിയ നിയമത്തിലെ ഈശോ തൻ്റെ തന്നെ ശരീരമാണ് ബലിയായി അർപ്പിച്ചത്. ആ പുരോഹിതൻ, മഹാപുരോഹിതൻ, പുരോഹിതന്മാരിൽ പുരോഹിതൻ, അല്ലെങ്കിൽ തിരുപ്പട്ടം എന്ന് പറഞ്ഞ കൂദാശ സ്ഥാപിച്ച ആ പുരോഹിതൻ്റെ
പൗരോഹിത്യത്തിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് സഭാ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെടുന്നവനാണ് പുതിയ നിയമത്തിലെ പുരോഹിതൻ. ഈ കുദാശയിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് യേശു തൻ്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വമേധയാ പുരോഹിതൻ തൻ്റെ ശരീരത്തെ തന്നെ ബലിവസ്തുവാക്കി തീർത്ത് പാപമോചനത്തിന് വേണ്ടി ബലി അർപ്പിച്ചു. ആ പൗരോഹിത്യത്തോട് ചേർന്ന് നിൽക്കുവാൻ വേണ്ടിയാണ് പുതിയ നിയമത്തിൽ നമ്മൾ ഓരോരുത്തരും പുരോഹിതനാകുന്നത്. ഈ പുരോഹിതൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? അയക്കപ്പെട്ടവൻ പുരോഹിതനാണോ? അപ്പസ്തലോയി, അയക്കപ്പെട്ടവർ നമ്മളെന്ന് പറഞ്ഞു. പുരോഹിതനല്ല, അപ്പസ്തോലന്മാരാണ് അയക്കപ്പെട്ടവർ. പുരോഹിതൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മുന്നിൽ നിൽക്കപ്പെട്ടവൻ. അതാണ് ഇവിടെ ദൈവം പുരോഹിതനെ സഭയ്ക്ക് മുന്നിൽ നിർത്തുകയാണ്. സഭ പുരോഹിതനെ ദൈവത്തിന് മുമ്പിൽ നിർത്തുകയാണ്. അതുകൊണ്ടാണ് പുരോഹിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം മുന്നിൽ നിൽക്കപ്പെട്ടവൻ എന്ന് പറയുന്നത്. ഇവിടെ ദൈവം ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്ത് അവനെ സഭയ്ക്ക് മുന്നിൽ നിർത്തുകയാണ്. സഭാ ശുശ്രൂഷകൾ ചെയ്യുവാൻ വേണ്ടി യേശുവിൻ്റെ ബലിയോട് ചേർത്ത് നിന്ന്, പൗരോഹിത്യത്തോട് ചേർന്ന് നിന്ന് ബലിയർപ്പിക്കുവാനും പ്രാർത്ഥനകൾ അനുഷ്ഠിക്കുവാനും സഭാസമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുമായി സഭയുടെ മുന്നിലേക്ക് വയ്ക്കുന്നവനാണ് പുരോഹിതൻ. അതുകൊണ്ടാണ് പുരോഹിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം മുന്നിൽ വയ്ക്കപ്പെട്ടവൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്, പല പട്ടംക്രമ ശുശ്രൂഷകളിൽ പങ്കെടുത്തതാണ്. പൗരോഹിത്യം നൽകപ്പെടുന്ന ശുശ്രൂഷകളിൽ നിങ്ങൾ പങ്കെടുക്കുകയും കാണുകയും ചെയ്യുന്നതാണ്. നമുക്കറിയാം, ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും, എനിക്കും ഇതുപോലെ ആകാൻ സാധിച്ചെങ്കിലോ എന്ന്. മനോഹരമായ പാട്ടുകളിലൂടെ, മനോഹരമായ പ്രാർത്ഥനകളിലൂടെ, കൈവപ്പ് ശുശ്രൂഷകളിലൂടെ പുരോഹിത ശ്രേഷ്ഠൻ അല്ലെങ്കിൽ മെത്രാൻ, ബിഷപ്പ് ഒരു വ്യക്തിയെ പൗരോഹിത്യത്തിലേക്ക് കയറ്റിക്കൊണ്ട് കയറ്റുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ സമൂഹത്തിൽ നിന്ന് അല്പം വേർതിരിച്ച് മാറ്റി നിർത്തി ആ പുരോഹിതനെ സഭയുടെ ശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. പൗരോഹിത്യത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് രണ്ട് വിധത്തിലുള്ള പൗരോഹിത്യമുണ്ട്. നിങ്ങളൊക്കെ പുരോഹിതരാണോ? അല്ലേ? ഉറപ്പാണോ? ഞാൻ പറയുകയാണ്, നിങ്ങളും പുരോഹിതരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുമോ? രണ്ട് വിധത്തിലുള്ള പൗരോഹിത്യമുണ്ട്. ഒന്ന് പൊതു പൗരോഹിത്യവും, രണ്ട് ശുശ്രൂഷ പൗരോഹിത്യവും. ഏതൊക്കെയാണ്? പൊതു പൗരോഹിത്യവും ശുശ്രൂഷ പൗരോഹിത്യവും. മാമോദീസായിലൂടെ നമ്മളെല്ലാവരും യേശുവിൻ്റെ പൗരോഹിത്യത്തിൽ അംഗങ്ങളായിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും പൊതു പൗരോഹിത്യത്തിൽ അംഗങ്ങളാണ്. നമുക്കറിയാം, 1 പത്രോസ് 3-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനവും രാജകീയ പുരോഹിതരും ദൈവജനവുമാണെന്നാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിതരും ദൈവജനവുമാണെന്ന് പറയുന്നത്. ഇതാരെ പറ്റി പറയുന്നതാണ്? നമ്മൾ ഓരോരുത്തരെയും പറ്റി പറയുന്നതാണ്. ഇവിടെ ദൈവത്തിൻ്റെ ആ പൗരോഹിത്യത്തിൽ മാമോദീസായിലൂടെ നമ്മൾ അംഗങ്ങളായിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ പൗരോഹിത്യമാണ് ശുശ്രൂഷ പൗരോഹിത്യം. അത് എല്ലാവർക്കും ലഭിക്കപ്പെടുന്നതല്ല. ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, താൻ സ്നേഹിക്കുന്നവരെ തന്നോടൊത്തായിരിക്കുവാൻ വേണ്ടി ദൈവം പ്രത്യേകമായിട്ട് വിളിക്കുന്നുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്നില്ല, മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതല്ല, തന്നോടൊത്തായിരിക്കുവാൻ വേണ്ടി പൂർണ്ണമായി ദൈവത്തോടൊത്തായിരുന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് ശുശ്രൂഷ പൗരോഹിത്യത്തിലെ അംഗങ്ങൾ. അവരെയാണ് നമ്മൾ പുരോഹിതരെന്ന് അല്ലെങ്കിൽ നമ്മളൊക്കെ അച്ഛന്മാരെന്ന് പറയുന്നത്. ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി, സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ് ശുശ്രൂഷ പൗരോഹിത്യത്തിലെ അംഗങ്ങൾ. ശുശ്രൂഷ പൗരോഹിത്യത്തിൽ 3 വിധത്തിലുള്ള ധർമ്മങ്ങളാണ് ഒരു പുരോഹിതൻ ഏറ്റെടുക്കുന്നത്. ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? പഠിപ്പിക്കുക, നയിക്കുക, വിശുദ്ധീകരിക്കുക. ഈ പ്രധാനപ്പെട്ട 3 ധർമ്മങ്ങളാണ് പട്ടം നൽകുന്ന ശുശ്രൂഷയിലൂടെ ഒരു വൈദികന്, ഒരു പുരോഹിതന് സഭ യേശു തന്നെ കൽപ്പിച്ച് നൽകുന്നത്. ഒന്നാമത്തത് പഠിപ്പിക്കുക. നമുക്കറിയാം, പരിശുദ്ധ കുർബാന അർപ്പിക്കുവാനും കുർബാനയിൽ വചനം പങ്കുവയ്ക്കുവാനും സഭാസമൂഹത്തെ വിശ്വാസത്തിൽ വളർത്തുവാനും വിശ്വാസത്തെ സത്യങ്ങളെപ്പറ്റി പഠിപ്പിക്കുവാനുള്ള അധികാരം ദൈവം പുരോഹിതൻ നൽകുകയാണ്, പഠിപ്പിക്കുകയാണ്. പഠിച്ചതിന് ശേഷം, ദൈവത്തെ അനുഭവിച്ചറിഞ്ഞതിന് ശേഷം താൻ സ്നേഹിക്കുന്നവരെ തന്നോടൊത്തായിരിക്കാൻ വേണ്ടി ദൈവത്തോടൊത്തായിരുന്നു കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കി അനുഭവിച്ചതിന് ശേഷം പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തതാണ് നയിക്കുക.
സഭയെ നയിക്കുവാൻ വേണ്ടി, സഭാസമൂഹത്തെ നയിക്കുവാൻ വേണ്ടി, വിശ്വാസികളെ നയിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ് പുരോഹിതന് നൽകപ്പെടുന്നത്. പട്ടം ശുശ്രൂഷയിലൂടെ ഒരു പുരോഹിതൻ നൽകപ്പെടുന്നത് നയിക്കുക, ഇടയൻ്റെ ജോലി ഏൽക്കുക എന്നുള്ളതാണ്. ഇടയൻ മുന്നേ നടന്ന് ആടുകളെ നയിക്കുകയാണ്. അതുതന്നെയാണ് പൗരോഹിത്യത്തിലൂടെ ഒരു പുരോഹിതൻ നൽകുന്ന രണ്ടാമത്തെ ധർമ്മം, രണ്ടാമത്തെ കടമ എന്ന് പറയുന്നത്, നയിക്കുക. മൂന്നാമത്തേതാണ് വിശുദ്ധീകരിക്കുക. തന്നെ വിശുദ്ധീകരിക്കുക എന്നുള്ളതോടൊപ്പം തന്നെ സഭാസമൂഹത്തെ, തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന സമൂഹത്തെ, വിശ്വാസികളെ മുഴുവനും, സമൂഹത്തെ മുഴുവനും, ദൈവജനത്തെ മുഴുവനും, ഈ പ്രപഞ്ചത്തെ തന്നെ വിശുദ്ധീകരിക്കുക എന്നുള്ള ഒരു മഹാധർമ്മം കൂടിയാണ് പൗരോഹിത്യത്തിലൂടെ ഒരു വ്യക്തി ഏറ്റെടുക്കുന്നത്. ഇതാണ് 3 ധർമ്മങ്ങൾ: പഠിപ്പിക്കുക, നയിക്കുക, വിശുദ്ധീകരിക്കുക. പ്രിയ കടുകുമണി കൂട്ടുകാരെ, പ്രിയ പ്രേക്ഷകരെ, പൗരോഹിത്യം ദൈവത്തിൻ്റെ മഹാദാനമാണ്. ആ വിളി സ്വീകരിക്കുക. ദൈവം എല്ലാവർക്കുമായി കൊടുത്തിരിക്കുന്നതാണ്. വളരെ ചുരുക്കം പേർ മാത്രം തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. പ്രിയ പ്രേക്ഷകരെ, പൗരോഹിത്യം എന്ന ആ മഹാദാനം സ്വീകരിക്കുന്ന അനേകം വൈദികർ നമുക്ക് ചുറ്റുമുണ്ട്. കേരള സഭയിലും കേരളത്തിന് പുറത്ത് മിഷൻ പ്രദേശങ്ങളിലും ജോലി ചെയ്യുന്ന അനേകം പുരോഹിതർ. അവരെ നമുക്ക് ഓർക്കാം. അവർ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഓർക്കാം. പഠിപ്പിക്കുക, നയിക്കുക, വിശുദ്ധീകരിക്കുക. ഇത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അവർ ഏറ്റെടുത്തിരിക്കുന്ന ഈ ധർമ്മം ദൈവത്തോടെ താഴ്ന്നുകൊണ്ട് ദൈവത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി, യേശുനാഥനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഇവർ ഏറ്റെടുത്തിരിക്കുന്ന ആ ധർമ്മം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റുവാൻ വേണ്ടി എല്ലാ പുരോഹിതർക്കും വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയിലേക്ക്, ഈ വേർതിരിക്കപ്പെടുന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുമക്കളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. ദൈവം ആഗ്രഹിക്കുന്നതനുസരിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് ശുശ്രൂഷ പൗരോഹിത്യത്തിൽ പങ്കുചേരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുഞ്ഞുമക്കളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. ഈ വഴിയിലേക്ക് അനേകം മക്കളെ നമുക്ക് നയിക്കാം. അതുവഴിയായി സഭയ്ക്ക് ഇന്ന് ആവശ്യമായ വിശുദ്ധരായ വൈദികരെ ലഭിക്കുവാൻ വേണ്ടി ദൈവം ധാരാളമായ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്നുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. ആ വെള്ളിക്കാസയും എടുത്തുയർത്തിയിടുവാൻ എന്നെനിക്കാവുമെന്നോർത്തിരുന്നു ഞാൻ, എന്നെനിക്കാവുമെന്നോർത്തിരുന്നു. ആ വെള്ളിക്കാസയൊന്നെടുത്തുയർത്തിയിടുവാൻ എന്നെനിക്കാവുമെന്നോർത്തിരുന്നു ഞാൻ, എന്നെനിക്കാവുമെന്നോർത്തിരുന്നു. തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. യൗവനം പൂക്കുന്ന പടിവാതിൽ, പഠനം ജ്വലിക്കുന്ന ദിവസങ്ങളിൽ ഇനി എന്തു വേണമെന്നോർത്തതില്ല. ഇതു ദൈവഹിതമെന്ന് തിരിച്ചറിഞ്ഞു. എൻ മാതൃനാടിനും മാതാപിതാക്കൾക്കും അഭിമാനമാകുവാനാഗ്രഹിച്ചു. എല്ലാറ്റിനും മേലെ ദൈവവിളി അങ്ങേ അനുഗമിച്ചിടുന്നതാണെന്നറിഞ്ഞു, അനുഗമിച്ചിടുന്നതാണെന്നറിഞ്ഞു.
തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. പരിശീലനത്തിൻ്റെ വർഷങ്ങളിൽ ഈ ദിനമായിരുന്നെൻ്റെ സ്വപ്നം. 1000 തിരികളൻ മാനസത്തിൻ അൾത്താര തന്നിലായി തെളിഞ്ഞു നിന്നു. ആളുകളനവധി എൻ കരം മുത്തി സോദരങ്ങൾ വന്നാശ്ലേഷിച്ചു. പ്രാർത്ഥന ചൊല്ലുമ്പോഴും പാട്ടുപാടുമ്പോഴും എന്നിരുമിഴികളും കവിഞ്ഞിരുന്നു. എന്നിരുമിഴികളും കവിഞ്ഞിരുന്നു. തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. ആ വെള്ളിക്കാസയും എടുത്തുയർത്തിയിടുവാൻ എന്നെനിക്കാവുമെന്നോർത്തിരുന്നു ഞാൻ. എന്നെനിക്കാവുമെന്നോർത്തിരുന്നു. തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. തിരുപ്പട്ടത്തിന്റെ ക്ലാസ് ഒക്കെ ശ്രദ്ധയോടെ കേട്ടോ? കേട്ടു. പുരോഹിതന്റെ ദൗത്യം എന്താണ്? പഠിപ്പിക്കുക, നയിക്കുക, വിശദീകരിക്കുക. ഇത് കേട്ടിട്ട് ആർക്കെങ്കിലും മനമാറ്റം വന്നോ? വന്നു. ജോഫിന് വന്നു. അശ്വിൻ എന്താ വരത്തില്ലേ? ഇടയ്ക്ക് കുറച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 2 ക്ലാസ് അടുപ്പിച്ച് ജോസഫിന്റെ കൂടിയാ മതി കേട്ടോ. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന എന്തിനെ കുറിച്ചായിരിക്കും? വിവാഹം. അത് അടുത്ത ക്ലാസ്സിലാണ്. അപ്പൊ അതുവരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. ഇനി നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് കേൾക്കാം. ഇന്നത്തെ ചോദ്യങ്ങൾ: പുരോഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഒരിക്കൽ കൂടി, പുരോഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ചോദ്യം 2: പുരോഹിതനിലൂടെ നിർവഹിക്കപ്പെടുന്ന മിശിഹായ്ക്കടുത്ത ദൗത്യം ഏതൊക്കെയാണ്? പുരോഹിതനിലൂടെ നിർവഹിക്കപ്പെടുന്ന മിശിഹായ്ക്കടുത്ത ദൗത്യം ഏതൊക്കെയാണ്? അയക്കേണ്ട ഫോമാറ്റ്: നിങ്ങളുടെ പേര്, വീട്ടുപേര്, ഇടവക, 12A സ്പേസ് ഉത്തരം, 12B സ്പേസ് ഉത്തരം. അയക്കേണ്ട നമ്പർ 9495787676. സോ വേഗം ഫോൺ എടുത്ത് മെസ്സേജസ് അയക്കുക. ഇതോടുകൂടി ഇന്നത്തെ കടുകുമണി എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാം. പ്രേക്ഷിത വയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിയിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. യേശുനാഥൻ താതനയച്ചൊര പ്രേക്ഷിതൻ, അമ്മ മേരി സഹകാരി
അപ്പസ്തോലന്മാർ യേശു അയച്ചതാം പ്രേഷിതർ പ്രാണനേകിയ ആദ്യ ധീര രക്തസാക്ഷികൾ പ്രേഷിത വഴിയിൽ ചെന്നിടമൊഴുക്കി ഇന്നും അനേകം ധീരർ പ്രേഷിതർക്കായി അഞ്ജലി കൂപ്പാം എന്നെന്നും തിരുസവിധി